ഗുഡ് മോർണിംഗ് ഗൈസ്, സോറി ഗുഡ് ആഫ്റ്റർനൂൺ ഗൈസ്. സമയം 1:30 ആയിട്ടുണ്ട്. ഇന്നലെ ഒരു മൂവിക്ക് പോയിട്ടുണ്ടായിരുന്നു. 11:30ക്കാണ് മൂവി സ്റ്റാർട്ട് ചെയ്തത്. തിരിച്ച് വീട്ടിലെത്തുമ്പോൾ 4 മണിയായി. പിന്നെ ഒന്ന് കിടന്നു. പിന്നെ കുട്ടികൾക്ക് സ്കൂളിൽ പോകാൻ വേണ്ടിയിട്ട് വീണ്ടും എഴുന്നേറ്റു. പിന്നെ കിടന്നിട്ട് 1:30 ആയി. ഇപ്പോഴാണ് എഴുന്നേൽക്കുന്നത്. അപ്പോൾ ഇന്നത്തെ ദിവസം എന്താ വെച്ചാൽ ഒരു സ്പെഷ്യൽ ഡേ ആണ്. എൻ്റെ ഉമ്മാമ്മ എന്നെ വിട്ട് പിരിഞ്ഞിട്ട് ഇന്നേക്ക് 2 വർഷമായി. അപ്പം മുല്ലമാർ സ്ട്രൈക്ക് വീട്ടിൽ തന്നതുകൊണ്ട് വീട്ടിൽ ആണ്ടായിട്ടൊന്നും കഴിക്കുന്നില്ല. അപ്പോൾ ഇവിടുന്ന് ഞാൻ കുറച്ച് മധുരം വെക്കുന്നു, മാമയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു, അത്രമാത്രം. അങ്ങനെ ചെയ്യാണ്. അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളാണ് ഇന്നുള്ളത്. കൊയിലാണ്ടി പോകണം. ആദ്യം 2 ഫോട്ടോ കൊറിയർ ചെയ്യാനുണ്ട്, അത് കൊറിയർ ചെയ്യാൻ കൊടുക്കണം. എന്നതിന് ശേഷം പായസത്തിനുള്ള സാധനങ്ങൾ, ഫുഡ് ഉണ്ടാക്കാനുള്ള സാധനങ്ങളൊക്കെ മേടിക്കണം. അപ്പോൾ ഇന്നത്തെ ഒരു സ്പെഷ്യൽ വീഡിയോ എന്ന് പറയുന്നത് മാമൻ്റെ ഓർമ്മകൾ, ആ ഒരു വീഡിയോസാണ്. ആ ഒരു മാമൻ്റെ ആണ്ടിൻ്റെ ആ ഒരു കാര്യമായതുകൊണ്ട്. അപ്പം എല്ലാം എഴുന്നേറ്റ് കുളിച്ച് ഫ്രഷ് ആവാൻ നോക്കട്ടെ കേട്ടോ. ഓക്കെ, ടാറ്റാ. അങ്ങനെ കുളി കഴിഞ്ഞു ഗൈസ്. ഒരു കട്ടൻ കുടിച്ചാലോ എന്ന് വിചാരിക്കുന്നുണ്ട്. ബ്രേക്ക്ഫാസ്റ്റ് സ്കിപ്പ് ചെയ്തു, ലഞ്ച് സ്കിപ്പ് ചെയ്തു. 2:30 സമയം. അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റിനിവിടെ രാവിലെ ഉണ്ടാക്കിയ സാധനങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. പക്ഷെ എനിക്ക് വേണ്ട, എനിക്കൊരു കട്ടൻ കുടിക്കാമെന്ന് കരുതി. അപ്പോൾ അതിനായിട്ടന്നെ ലോട്ടറി അടിച്ച വകയിൽ കൊണ്ടുവന്ന ബന്നുണ്ട് ഇവിടെ. അതും ഒരു കട്ടൻ ചായയും കുടിക്കട്ടെ എന്ന് വിചാരിച്ചു. എന്നിട്ട് കൊയിലാണ്ടിയിലേക്ക് ഇറങ്ങാം. എൻ്റെ പിള്ളേർ വരുമ്പോഴേക്കും ഫുഡാക്കി വെക്കണം. എന്താ വെച്ചാൽ ഇന്നലെ മൂവിക്കൊക്കെ പോയിട്ട് ലേറ്റായിട്ടാണ് കിടന്നത്. എന്നിട്ടും രാവിലെ എണീറ്റ് സ്കൂളിൽ പോയി. 2 ആളോടും സ്കൂളിൽ ലീവാക്കാൻ വന്നിട്ട് കേട്ടില്ല. അപ്പോൾ ഞാൻ വിചാരിച്ചു അവർ വരുമ്പോഴേക്കും ഫുഡാക്കി വെക്കട്ടെ എന്ന് വിചാരിച്ചു. സ്പെഷ്യലായിട്ട് ഞാൻ വിചാരിച്ചു ആദ്യം നെയ്ച്ചോറും ചിക്കൻ കറിയൊക്കെ വെക്കാമെന്ന്. പിന്നെ വിചാരിച്ചാൽ നെയ്ച്ചോറും ചിക്കൻ കറിയും ഇവിടെ സ്പെഷ്യലല്ല, എപ്പോഴും ഉണ്ടാകുന്നതാണ്. ചോറുണ്ടാക്കാം, മീൻ എന്തെങ്കിലും മേടിക്കാമെന്ന് കരുതി. ചിക്കനോട് എനിക്ക് വലിയ താല്പര്യമില്ല. മീൻ എന്തെങ്കിലും മേടിക്കാം. ചെറുപയറുപ്പേരി ഉണ്ടാവുമെന്ന് അറിയാമല്ലോ. പിന്നെ കുറച്ച് ബീറ്റ്റൂട്ട് കിടക്കുന്നുണ്ട്. ബീറ്റ്റൂട്ട് മോൾക്ക് ഭയങ്കര ഇഷ്ടമാണ്. അതൊന്ന് ഉപ്പേരി വെക്കാമെന്ന് വിചാരിച്ചു. പിന്നെ എനിക്ക് മോര് കാച്ചാൻ അറിയില്ല. മോര് കാച്ചിയത് മക്കൾക്കൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ യൂട്യൂബ് നോക്കിയിട്ട് മോര് കാച്ചാന്ന് കരുതി. അപ്പോൾ മോരിനുള്ള സാധനങ്ങളൊക്കെ മേടിക്കണം എന്ന് വിചാരിച്ചു. അപ്പോൾ ഒരു മോര് കാച്ചിയതും മീൻ പൊരിച്ചതും പിന്നെ പച്ചക്കറിയായിട്ട് അത് മതിയല്ലോ, മോര് കാച്ചിയത് മതിയല്ലോ. അത്രയും ഐറ്റംസ് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ നേരെ പോയിട്ടൊരു കട്ടൻ ഉണ്ടട്ടെ. കുളിച്ചിങ് വന്നത് ജാതി വേർപ്പാന്ന് പറയാം. അപ്പോൾ നേരെ ഒരു കട്ടൻ കുടിക്കട്ടെ. ഗ്യാസൊക്കെ കയറുന്നുണ്ട്. ഞാനൊരു കാര്യം പറയട്ടെ, നിങ്ങൾക്ക് ആർക്കെങ്കിലും ഫീൽ ഉണ്ടാവലുണ്ടോ എന്നറിയില്ല. നമ്മൾ ചായ ഒരു ഗ്ലാസ് വെക്കാമെന്ന് വിചാരിച്ച് ഒരു ഗ്ലാസ് വെക്കേ, പക്ഷേ ചായപ്പൊടി പഞ്ചാരയൊക്കെ ഇട്ട് വരുമ്പോഴേക്കും കൂടുതലുള്ളത് ഗുണം തോന്നും. മധുരടാത്ത കട്ടൻ ചായ, ബട്ട് ബ്യൂട്ടിഫുൾ. ഇത് ക്യാരറ്റിൻ്റെ കേക്കാട്ടോ. ഇന്നലെ അരുന്ന് കൊണ്ടുവന്ന. പിന്നെ ബട്ടർ ബന്നുണ്ട്. കഴിക്കട്ടെ. അങ്ങനെ ചായ എല്ലാം കുടിച്ചു. കുറച്ച് ക്യൂട്ട്നെസ് വരെ ഇതറാന്ന് കരുതി. പക്ഷേ ലിപ്സ്റ്റിക് ഒന്നും ഇട്ടിട്ടില്ല കേട്ടോ, കണ്ണ് എഴുതിയിട്ടുള്ളൂ. ഇനി അടുത്ത പരിപാടി എന്ന് പറയുന്നത് ഫ്രെയിം ചെയ്തത് കൊണ്ടല്ല, ഫോട്ടോ കൊറിയർ ചെയ്യാൻ കൊടുക്കണം. കാർഡ്ബോർഡൊക്കെ കഴിഞ്ഞു ഗൈസ്. ആക്രിപ്പൂടിയാണ്
കാർഡ്ബോർഡ് എടുക്കാറാണ് പതിവ്. സാധനങ്ങളൊക്കെ എടുക്കാനായിട്ടുണ്ട്. ഈ കാർഡ്ബോർഡ് എനിക്ക് കുഞ്ഞു കുഞ്ഞു ഇഷ്യൂസ് ഉള്ളതുകൊണ്ട് സ്റ്റെപ്പുകൾ കയറാനും ഇറങ്ങാനും ഒന്നും പറ്റത്തില്ല. ഇഡ്ഡലി ഗർഭ, ദോശ ഗർഭ, ബട ഗർഭ അല്ല കേട്ടോ. പുറത്തേക്ക് ഇറങ്ങിയിട്ട് എന്താ ഒരാശ്വാസം. അപ്പം ഇന്ന് കൊറിയർ ചെയ്യാനുള്ള ഫോട്ടോസ് കാണണ്ടേ, വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പം ഫോട്ടോസ് വരുന്നത് ഈ 2 ഫോട്ടോസാണ് ഇന്ന് കൊറിയർ ചെയ്യാനുള്ളത്. ഇത് 10,000 റേഞ്ച് വരുന്നതും ഇത് 5,000 റേഞ്ച് വരുന്നതും. ഞാൻ പറഞ്ഞല്ലോ എനിക്കൊരാൾ 11,000 സംതിങ് തന്നിട്ടുണ്ടെന്ന്. ആ ഒരു ഫോട്ടോ ആണിത്. പിന്നെ വേറൊരു ഫോട്ടോയും. അങ്ങനെ 2 ഫോട്ടോസാണ് കൊറിയർ ചെയ്യാനുള്ളത്. വണ്ടിയിലേക്ക് എടുത്ത് വെച്ചിട്ടില്ല, നമ്മൾ വാതിലൊക്കെ ഒന്ന് അടയ്ക്കാം, എന്നിട്ട് എടുത്ത് വെക്കാമെന്ന് കരുതി. ഒരു ലൈറ്റ് അങ്ങ് ഓഫ് ചെയ്യട്ടെ. തടം മസ്റ്റ് ബിഗില് ജസ്നദീനിയായി. രാവിലത്തെ ഗുളികയും സ്കിപ്പ് ചെയ്ത് കേട്ടോ. എൻ്റെ ഡോക്ടർ കേൾക്കണ്ട. ഡോക്ടർ രാവിലെ കുടിച്ചിട്ടില്ലെങ്കിൽ ഉച്ചക്ക് മസ്റ്റായിട്ട് കുടിക്കണം എന്നല്ല. എനിക്കെന്തോ ഒരു മടി. ചെക്കപ്പിന് പോകാനായിക്ക്. ഈ ഫോട്ടോസ് ഓരോന്നോരോന്നായിട്ട് വണ്ടിയിൽ കയറ്റണം. ഇത് കുറച്ച് മണി ആണേ, കാസ്, മണി, ദുഡ്, പണം. ഞാൻ കാറിൻ്റെ ചാവി ഇപ്പം വണ്ടിയിൽ വെച്ചിട്ട് ഡോറടയ്ക്കായിരുന്നു. വീടിൻ്റെ ചാവിയും വെക്കുകയായിരുന്നു. അപ്പം എങ്ങനെ ഇരിക്കും? വെള്ളക്കുപ്പി വെക്കേണ്ട ഒരു സ്ഥലമുണ്ട്, എന്നാലും സീറ്റിൽ വെക്കും എൻ്റെ മക്കൾ. ആദ്യത്തെ ഫോട്ടോ കയറ്റി. കാറിൻ്റെ ഫ്രഷ്നർ എനിക്ക് സ്മെല്ല് ഭയങ്കര ഇഷ്യൂ. സെക്കൻഡ് ഫോട്ടോ കയറ്റി. ഇനി കാർഡ്ബോർഡ് കയറ്റി. എന്നിട്ടും എന്നെക്കുറിച്ച് പലരും പറഞ്ഞുകൊണ്ടെടുക്കുന്നത് എന്താണെന്നറിയോ, എനിക്ക് ഓർഡറൊന്നും ഇല്ലാണ്ട് ഞാൻ വെറുതെ വീട്ടിൽ ചോറിയും കുത്തിയിരിക്കുകയാണ്. ഇങ്ങനെന്താ ഇത്ര സീറ്റ് ബേക്കോട്ടാക്കി ഇട്ടത്? എൻ്റെ പൊന്നോ, സീറ്റ് ഒരിക്കൽ അഡ്ജസ്റ്റ് ചെയ്തിട്ട് അത് മാറ്റിയാൽ ഭയങ്കര ഇഷ്യൂവാണ്. വണ്ടി ബ്ലിങ്ക് ചെയ്യുന്നു. നല്ല പെട്രോൾ അടിച്ചിട്ടില്ലായിരുന്നു. അയ്യോ, റിവേഴ്സ് എടുക്കണേ ഗൈസ്. ഒരു പുല്ലോ എന്തെങ്കിലും ഒന്ന് തടയുമ്പോഴേക്ക് സെൻസർ പീന്ന് ചെല്ലും. ലെഫ്റ്റ് ഹാൻഡില് മറ്റേ ഫോൺ പിടിച്ചതുകൊണ്ട് ഗിയർ മാറ്റാൻ പറ്റുന്നില്ല. അപ്പം അങ്ങനെയാണ്. എന്നാൽ ഞാൻ മെല്ലെ DTTCയിലേക്ക് പോട്ടെ. ഫസ്റ്റിലിട്ടിട്ടാണ് ഓടിക്കുന്നത്. ഇപ്പം പേന്ന് ചെല്ലും.
DTTCയിലെത്തിയിട്ട് ബാക്കി കാര്യങ്ങൾ എനിക്ക് കുറച്ച് കാര്യങ്ങൾ എൻക്വയറി ചെയ്യാനുണ്ട്. ഓക്കെ, ഞാനേ മീൻ എന്താ ഉള്ളതെന്ന് നോക്കട്ടെ. അർഷിത ബസ്സിൻ്റെ പേര് വായിച്ചതാട്ടോ. അയില വേണ്ട, വേറെന്താ ഉള്ളത്? ഓ, ചൂതുണ്ടോ? ചൂത മതി. ചൂതൊക്കെ എത്രയാ? 280. ഓ, പിന്നെ കൂന്തളുണ്ടോ? എത്രയാ? അരക്കിലോ മതി. ആർക്കും കൊടുക്കാനില്ല, ഞങ്ങള് പോരെ കൊണ്ടുപോയിക്കോളി. പെണ്ണുങ്ങള് കറി വെച്ചിരുന്നിട്ടെ. കല്യാണം കഴിച്ചില്ല, ഞാനും കഴിച്ചില്ല. ആ ഒന്ന് നിങ്ങള് കട്ട് ചെയ്ത് വെക്കണേ. എടാ അതിന്റെ തോല് പൊളിക്കടാ. ആ പിന്നെ നിങ്ങള് എന്തിനാ? ഞാൻ ഏതായാലും പോയിട്ട് വരാം. വണ്ടി വരുന്ന ഗൈസ്. ഏതോ ബസ് ചീരിപ്പാഞ്ഞു വരുന്നുണ്ട്. അപ്പൊ അങ്ങനെയാണ് ചൂതയും മേടിച്ചു, കൂന്തളും മേടിച്ചിട്ടുണ്ട്. പൊട് എനിക്ക് തിരക്കില്ല. ഇനി നേരെ DTTCയിലേക്ക്. ഇങ്ങോട്ടാടാ. ഓക്കെ, ബസ് എന്നെ ഓവർടേക്ക് ചെയ്ത് വന്നത് എൻ്റെ മുമ്പ് കൊണ്ടുവച്ച് ചവിട്ടാനാ. അപ്പം നമ്മൾ എന്താക്കണം? ഓൻ ഓവർടേക്ക് ചെയ്തിട്ട് പോകണം. അതാണ് വേണ്ടത്. പെട്രോൾ അടിക്കാൻ ചേച്ചി 500. ജസ്ന. അറിയോ അരുണ്? ഓ, അരുണ് നമ്മള് കുറ്റ്യാടിന്ന് ഒരു ബസ്സില്ലാനു. ബസ്സിന്റെ ഒരു പ്രശ്നമില്ലാനു. ഞാൻ അതിന്റെ മകൻ. അതെയോ? ഓന് KSRTCയിലാ. ആ ചേട്ടനുണ്ടോ അരുണിന്റെ കഥ പറഞ്ഞു. കാരണം നിന്റെ ബസ്സിന്റെ എന്തോ പ്രശ്നം എന്താണ് തമ്പുരാനറിയാം. അപ്പം നേരെ DTTC പോട്ടെ. DTTCയിൽ വന്നതാ ഗൈസ്, ഫോട്ടോ കൊണ്ടുവരികയാണ്. അപ്പം എനിക്ക് ഒരു കാര്യം അന്വേഷിക്കാനുണ്ട്. നമുക്കൊരുമിച്ച് പോയി അന്വേഷിക്കാം.
ഫോട്ടോ. ഏട്ടാ 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 അതെ, നമുക്ക് UK ഫോട്ടോ കൊറിയർ ചെയ്യാനൊക്കെ പൈസ ആവും. അത് ഈ സൈസും ചോദിച്ചിട്ടുണ്ട്, ഈ സൈസും ചോദിച്ചിട്ടുണ്ട്. ആ വിട്ടിട്ടുണ്ട്. അത് ഏത് സൈസായിരുന്നുള്ളത് എനിക്ക് ഓർമ്മയില്ല. ആ പാക്ക് ചെയ്തിട്ട് രണ്ടെണ്ണത്തിന് റേറ്റ് പറഞ്ഞായിരുന്നു. ഇവിടെ വെച്ച് കാർബോർഡ് ഇപ്പൊ തരാം. ഓ ആ തെർമോകോൾ ഒറ്റൊന്നുമില്ല. ഇതിനോടുണ്ടോ? ഇതിനുണ്ടോ? ആണോ? ഞാൻ എന്നാല് കണ്ടെത്തരാം. ആ ഇന്നേക്കുള്ള ഉണ്ടാവുമോ? ഞാൻ എന്നാല് ഇന്നേക്കുള്ള ഉണ്ടാകുമോ? ആ എന്നാ ഞാൻ കൊണ്ടുതരാം. തെർമോക്കോള് കഴിഞ്ഞിട്ടുണ്ട്, അത് മേടിക്കണം. ഇത്രയും തെർമോക്കോള് മേടിച്ച് കേട്ടോ. തെർമോക്കോള് മേടിച്ചത് എന്തിനാന്ന് വെച്ചാൽ കൊറിയർ ചെയ്യാൻ. കൊറിയർ ചെയ്യുമ്പോൾ അതിൻ്റെ ഉള്ളിൽ വെക്കാൻ വേണ്ടിയിട്ടാ അത്രയും മേടിച്ചത്. കൊടുക്കട്ടെ. ഇത്രയും തെർമോക്കോൾ മേടിച്ചിട്ടുണ്ട് കേട്ടോ. ഇതൊക്കെ കൊറിയർ ചെയ്യാൻ വേണ്ടിയിട്ട് ഉള്ളിൽ വെക്കാൻ. അത്രയും തോനെ തെർമോക്കോള് മേടിക്കുന്നത് എന്തിനാ വെച്ചാൽ നമ്മൾ ഇതില്ലേ, പിന്നെ കൊറിയർ ചെയ്യുന്ന സമയത്ത് സ്ക്രാച്ച് വരാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ വെക്കുന്നതാട്ടോ. ബബിളൊക്കെ ഉണ്ടല്ലോ, ബബിൾ കൊണ്ടൊന്നും ബബിൾ റാപ്പ് ചെയ്താൽ നമുക്ക് ഒക്കൂല. അതാ തനിച്ചാക്കി പോവരുത്. അപ്പം അതുകൊണ്ട് തെർമോക്കോള് വെക്കുന്നതാട്ടോ. ഓക്കെ, അങ്ങനെ തിരിച്ച് വീട്ടിലെത്തി. പായസം മേടിക്കാനുള്ള സാധനവും വേറെ കുറച്ച് സാധനമൊക്കെ മേടിക്കണം എന്ന് വിചാരിച്ചിരുന്നു. അപ്പം ഒന്നായിട്ട് ബ്ലോക്കാണ്. ഞാൻ ഇനി ലേറ്റ് ആവുക വെച്ചാൽ മക്കൾ വീട്ടിൽ വന്നിട്ട് കാത്തു നിൽക്കുമെന്ന് പേടിച്ചിട്ട് താക്കോല് ഞാൻ വീട്ടിൽ വെച്ചിട്ടില്ലായിരുന്നു. അപ്പോൾ പിന്നെ വിചാരിച്ചു മോൻ വന്നിട്ട് മോനെ പീടിയെ പറഞ്ഞേക്കാമെന്ന് വിചാരിച്ചു. ആകെ ഒരു പൈനാപ്പിൾ മേടിച്ചു, മീൻ മേടിച്ചു. മീൻ ചൂതയും മേടിച്ചു, കൂന്തളും മേടിച്ചു. അപ്പം കൂന്തൾ ഒരിക്കലും ഫ്രൈ ചെയ്യണമെന്ന് വിചാരിച്ച് പിന്നെ വിചാരിച്ചു കുറച്ച് കറി പോലെ വെക്കാം, എന്നതാണ് എല്ലാവർക്കും ഇഷ്ടം. അപ്പം അങ്ങനെയാണ് വണ്ടി ലോക്കാക്കി, പകരം ലോക്ക് തുറന്നതാ. വരയ്ക്കാനുണ്ട് ഗൈസ്. എവിടെ നിന്ന് തുടങ്ങണം, എങ്ങനെ തുടങ്ങണം എന്നൊന്നും എനിക്കറിയില്ല. ഉപ്പ് മുതൽ കർപ്പൂരം വരെ എന്ന് പറഞ്ഞിട്ടുണ്ടായി സകല സാധനം കുക്ക് ചെയ്യാനുണ്ട്. അപ്പോൾ എങ്ങനെ തുടങ്ങും, എവിടെ തുടങ്ങുമെന്ന് എനിക്കറിയില്ല. മക്കളിപ്പം വരികയും ചെയ്യും. മക്കൾക്ക് വേഗം റെഡിയാക്കട്ടെ കേട്ടോ. അങ്ങനെ മീൻ മേടിച്ചത്
എന്തെല്ലാം വെച്ചാൽ ചൂട നന്നായിട്ട് പ്ലേട്ടാ. പിന്നെ മേടിച്ചത് കൂന്തൽ ഫ്രഷാക്കി തരും കേട്ടോ ഒരു. അപ്പോൾ കൂന്തലും ഉണ്ട്, ചൂതയുണ്ട്. ഇത് രണ്ടാണ് ബ്ലഡ്. അങ്ങനെ ചോറൊക്കെ ആക്കി. ചോറ് ഇത് കൂന്തൽ ഫ്രൈ ചെയ്തതാണ്. പിന്നെ ചൂത കറി വെച്ചു. ചെറുപയറുപ്പേരി വെച്ചു. മോരുകറി ഉണ്ടാക്കണം എന്നൊക്കെ വെച്ചിരുന്നു. പിന്നെ എനിക്ക് ഹെൽത്ത് കുറച്ച് ഇഷ്യൂസ് ഉണ്ട്. എന്താന്ന് എൻ്റെ മുടി ഇങ്ങനെ നിൽക്കുള്ളൂ. എന്താന്നുള്ളത് ഞാൻ പറയാം കേട്ടോ. അപ്പം മൈഗ്രെയിൻ അല്ല, അപ്പം അതുകൊണ്ട് ഇതുമ്മേൽ അങ്ങ് നിർത്തി. ഇനി ഞാനൊന്ന് ചോറുണ്ണട്ടെ. ഞാൻ രാവിലെ ബ്രേക്ക്ഫാസ്റ്റും കഴിച്ചില്ല, ലഞ്ചും കഴിച്ചില്ല. അപ്പോൾ ഈ ലഞ്ചാണോ ഡിന്നറാണോ എന്ന് ചോദിച്ചാൽ രണ്ടും കൂടി ഒരുമിച്ചാണ് ഒന്ന് കഴിച്ചാളുടെ. ടേബിൾ നിറയെ സാധനങ്ങളാട്ടോ. അപ്പോൾ ചോറ്, പിന്നെ ചൂതക്കറി, കൂന്തൽ ഫ്രൈ, ചെറുപയറുപ്പേരി. ഇത് ഇന്നലെ ഉണ്ടാക്കിയ പൈനാപ്പിൾ പച്ചടിയാട്ടോ. പിന്നെ അമ്മയിട്ട അടിപൊളി അച്ചാറ്. ഗൈസ്, ഇത്രയും വിഭവങ്ങളാണ് ഉള്ളത്. മീനിൻ്റെ എണ്ണവൻ ഒക്കെ ചൂടാവും. എല്ലാം കൂടി കൂട്ടിക്കൊഴിച്ച് കഴിക്കുമ്പോൾ ഒരു ടേസ്റ്റ് തന്നെയല്ലേ. മീനിൻ്റെ കണ്ണ് സൗണ്ട് വാഷിംഗ് മെഷീൻ കേട്ടോ. അമ്മ അടിപൊളി അച്ചാർ ഇട്ടിട്ടുണ്ട്. അപ്പം എല്ലാം കൂടി കൂട്ടിയിട്ട് ഞാൻ കഴിക്കട്ടെ. ഓക്കെ, അങ്ങനെ ഫുഡൊക്കെ കഴിച്ചു, ഫ്രഷായി. നേരെ പെയിൻറ്റിങ്ങിലേക്ക് ഇരിക്കുക. മോനെ ഇന്ന് വർക്ക് ചെയ്യാനുള്ള ഫോട്ടോ ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ഞാൻ കറക്റ്റായിട്ട് കാണിച്ചു തരുന്നുണ്ട്. അതിന് മുമ്പായിട്ട് എനിക്ക് പറയാനുള്ളത്, ആളൊരു ലക്കി മാനാണ് ഈ ഒരു ഫോട്ടോ കിട്ടുന്ന ആൾ. അതെന്തുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറയാൻ കാരണം എന്ന് വെച്ചാൽ, ഇതേപോലെ 3D ഗോൾഡ്. മോളെ ആ ബോക്സ് ഒന്നും എടുത്ത് കുറച്ചൊന്നും വെച്ചിട്ട് ഇവിടുന്ന് ആ ബോക്സ് മൊത്തമായിട്ട് താഴെ 3D ഗോൾഡ് 12 എന്നുള്ളൊരു ബോക്സ് മേടിക്കുക. അവിടെ പോകുമ്പോൾ ശ്രദ്ധിക്കണേ.
ഇങ്ങനെയുള്ള 12 എണ്ണം ഉള്ള ഒരു ബോക്സാണ് ഞാൻ മേടിക്കാറുള്ളത്. അപ്പം ചില ബോക്സ് എന്ന് പറയുന്നത് നല്ല അടിപൊളി 3D ആണ് കിട്ടുക. പറയാൻ പറ്റില്ല ഗയാസ്, അത്ര അടിപൊളി 3D, നല്ല ഗ്ലിറ്റർ ആയിരിക്കണം, ഭയങ്കര തിളക്കായിരിക്കും. എനിക്ക് ഒരുപാട് കാലത്തിന് ശേഷമാണ് ഇപ്പം എനിക്ക് അങ്ങനത്തെ 3D കിട്ടിയത്. അപ്പോൾ ഇത് ചെയ്ത് കൊടുക്കുന്ന ആൾ വളരെ ലക്കി മാനാണെന്ന് പറയാൻ കാരണം അതുകൊണ്ടാണ്. കാരണം അടിപൊളി 3D ആണ്, ഒരു രക്ഷയില്ലാത്ത. അങ്ങനെ വരാറില്ല കേട്ടോ, വല്ലപ്പോഴും കമ്പനി എന്താ പറയുക മേക്ക് ചെയ്യുന്നതിൽ എന്തെങ്കിലും ഒരു ഇതിൽ കൂടി പറ്റുന്നതാണ്. എന്തായാലും 12 ബോക്സ് എൻ്റെ കയ്യിലുണ്ട്. അത് തീരുള്ളൂ. അത് തീരാനെന്ന് വെച്ചാൽ ഒരു 12 ഫോട്ടോക്ക് 12 ഫോട്ടോ കിട്ടുന്ന ആൾക്കാരും ലക്കി ആയിരിക്കും എന്നുള്ളത് പറയാൻ. അപ്പോൾ പായസം വെച്ചിട്ടില്ല, പായസം വെക്കണം. ഇത് കഴിഞ്ഞിട്ട് ഇതൊന്ന് ഉണങ്ങാൻ. ബെഡ്സ് ആയിട്ടോ, നിങ്ങൾ വിചാരിക്കും ചെവി തൊണ്ടാൻ മാത്രമല്ല ബെഡ്സ്. ഈ ഫോട്ടോ സ്പ്രെഡായാൽ അത് മയിക്കാൻ വേണ്ടിയിട്ട് ബെഡ്സ് ഉപയോഗിക്കും. അപ്പം എന്നിട്ട് ഇതൊന്ന് ചെയ്ത് വെച്ചിട്ട് വേണം പായസം വെക്കാൻ. അപ്പോൾ ഞാൻ വർക്ക് ചെയ്യട്ടെ. അങ്ങനെ പായസം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. പാലടപ്രഥമൻ അതേ എനിക്ക് ഇഷ്ടമുള്ളൂ. പിന്നെ ചെറുപയർ പായസം ഇഷ്ടം കേട്ടോ. പാലടപ്രഥമന് ഭയങ്കരമായിട്ട് കഴിക്കും. അപ്പോൾ ഒന്ന് റെഡി ആവട്ടെ. ഇവിടെ മിൽക്ക് മെയ്ഡ് പൊട്ടിക്കാൻ വേണ്ടിയിട്ട് കാത്തു നിൽക്കുന്ന ഒരാളുണ്ട്. പായസത്തിൻ്റെ അകത്ത് മിൽക്ക് മെയ്ഡ് ഒഴിച്ചാൽ മാത്രമേ ടേസ്റ്റ് കിട്ടുള്ളൂ കേട്ടോ, ഏതൊരു പായസമാണെങ്കിലും. ഞാൻ എങ്ങനെയാണെങ്കിലും മിൽക്ക് മെയ്ഡ് ഒഴിക്കും. അപ്പം പായസം കേട്ടോ. അങ്ങനെ അതേ എല്ലാം അടപ്രഥമൻ പായസവും റെഡിയായി. അമ്മാമ്മ പണ്ട് വെക്കാറ് അടപ്രഥമനൊന്നുമല്ല കേട്ടോ. നല്ല കുമ്പളത്ത് കൊണ്ടൊക്കെ പായസം വെച്ചിട്ടുണ്ടായിരുന്നു. ഏതായാലും ഓർമ്മ ദിവസം ആയതുകൊണ്ട് ഒരു പായസം. ഒരു മധുരം. അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ ഇത്ര മാത്രമാണ്. അപ്പം എല്ലാവരോടും ബൈ പറയാണ്. ബൈ പറഞ്ഞിട്ട് ബൈ ഫ്രം ജസ്ന സലീം.